സ്റ്റീഫൻ സാറിൻ്റെ മരണത്തിന് ശേഷം ഞാൻ ലീഡർ കരുണാകരനുമായി കൂടുതൽ അടുക്കുകയുണ്ടായി. ലീഡറുടെ ഗവൺമെൻറ് 81 ഡിസംബർ മുതൽ 82 മാർച്ച് വരെ ഒരു ഷോർട്ട് ടേം, അന്ന് AC ജോസ് ഈ കാസ്റ്റിംഗ് സ്പീക്കറായി. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് എനിക്ക് വളരെ അടുപ്പം ഉണ്ടായത്. ആ സർക്കാർ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ലീഡർ ഒരു പരിപാടിക്ക് കണ്ണൂർ പോകാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോൾ നല്ല പനിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ലീഡർ നമുക്ക് ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ലീഡർക്ക് എന്നെ ഇഷ്ടമുള്ള ഒരു മേനോൻ അന്ന് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലുണ്ട്, ജനറൽ ഫിസിഷ്യനായിട്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. ഉടനെ മേനോനും കുറേ നഴ്സുമാരും മറ്റു സ്റ്റാഫും കൂടി വന്ന് ലീഡറെ പരിശോധിച്ചു. അപ്പോൾ ഈ ലീഡർക്ക് ഏറ്റവും വിശ്വാസമുള്ള ഡോക്ടറാണ് മേനോൻ. അപ്പോൾ മേനോൻ പറഞ്ഞു, സാറേ ഇനി സാറ് കണ്ണൂർക്ക് പോകണ്ട. അങ്ങനെ ഞങ്ങൾ ലീഡറെ അവിടെ പിടിച്ച് കിടത്തി. രാത്രിയായപ്പോൾ പനി കൂടി. ഉടനെ തന്നെ മേനോൻ്റെ അഡ്വൈസ് അനുസരിച്ച് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റി. അപ്പോൾ ലീഡർക്ക് കിടക്കാനൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ലീഡർ കിടന്നല്ലേ പറ്റൂ. അപ്പോൾ ലീഡറുടെ ലിവർ അല്പം കുറവാണ്, ചെറുതാണ്. അപ്പോൾ സ്കാനൊക്കെ ചെയ്ത് എക്സ്റേ ഒക്കെ എടുത്തതിന് ശേഷം മേനോ പറഞ്ഞു, ഈ പക്ഷേ കർണാകരൻ്റെ ലിവർ അല്പം ചെറുതാണല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിന്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ലീഡറോട് ചോദിക്കാം. ഞാൻ ലീഡറോട് പറഞ്ഞു, ലീഡർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അവർ, ലിവർ എന്താ ചെറുതാണ്. ഓ, അത് സാരമില്ലല്ലോ, നേരത്തെ എൻ്റെ ലിവർ ചെറുതാണ്, അതൊരു പ്രശ്നമായിട്ട് കാണേണ്ട. പനി എന്താണെന്ന് നോക്കി എത്രയും വേഗം എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം. അപ്പോൾ ഡോക്ടർമാരുടെ അഡ്വൈസ് അനുസരിച്ച് ലീഡർ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ മൂത്രമൊഴിക്കുകയും മറ്റ് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുകയും വേണം. അത് ലീഡർക്കൊരു ബുദ്ധിമുട്ടായി തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ലീഡർ ബുദ്ധിമുട്ടായി കാണണ്ട. എൻ്റെ അപ്പനെ ഞാൻ എങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നത് അതുപോലെ ലീഡറെ ശുശ്രൂഷിക്കാം. അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളിലും ലീഡറെ സഹായിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉച്ചയോടുകൂടി പത്മജയും മുരളിയും അമ്മയും വന്നു. അങ്ങനെ 2 ദിവസം ലീഡർ മെഡിക്കൽ ട്രസ്റ്റിൽ കിടന്നതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് പോയി. അന്ന് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റുണ്ട്. ആ ഫ്ലൈറ്റിലാണ് ലീഡർ പോകുന്നത്. ഇന്ന് ലീഡർ സെക്യൂരിറ്റി ചീഫായ വേലായുധമെന്നും അതുപോലെ തന്നെ രാമേന്ദ്രനും ഉണ്ടായിരുന്നു. അപ്പോൾ ലീഡർ പറഞ്ഞു, തോമസ് കൂടി വരട്ടെ. അപ്പോൾ എനിക്ക് കൂടിയുള്ള ടിക്കറ്റ് കൂടി ലീഡർ പറഞ്ഞിട്ടെടുത്തു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ചെന്നു. അപ്പോൾ ലീഡർ ഓപ്പോസിഷൻ ആയിട്ടാണ് അന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒരു സ്വകാര്യ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങളവിടെ ചെന്ന് രാവിലെ ചെന്നു. വൈകുന്നേരം എനിക്ക് തിരിച്ചു പോരണം. അപ്പോൾ ഞാൻ ട്രെയിനിന് പോരാൻ വേണ്ടി ലീഡറുടെ വീട്ടിൽ ഇറങ്ങി നടന്നപ്പോൾ ലീഡർ എന്നെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മാഷ് കാറിന് പോയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ആക്കി. അത് കഴിഞ്ഞിട്ടാണ് ഈ ഷോർട്ട് ടൈമിലുള്ള ഗവൺമെൻറ് വരുന്നത്, ലീഡർ മുഖ്യമന്ത്രിയാകുന്നത്, AC ജോസ് കാസ്റ്റിംഗ് ഔട്ട് സ്പീക്കറാകുന്നത്. പക്ഷേ ആ ഗവൺമെൻറ് അധികം നാൾ നിന്നില്ല, ഏതാനും മാസങ്ങളെ നിന്നുള്ളൂ. ലോനപ്പൻ മാഷ് കൂറുമാറിയെന്നോ കാലുമാറിയെന്നോ പറയാൻ പറ്റത്തില്ല, അദ്ദേഹം സർക്കാരിനുള്ള സപ്പോർട്ട് പിൻവലിച്ചു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ 82 മുതൽ 87 വരെ ഉള്ള തിരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ലീഡർ മുഖ്യമന്ത്രിയായി ഗവൺമെൻറ് രൂപീകരിച്ചു. ആ ഗവൺമെൻറ് വളരെ ശക്തമായി മുന്നോട്ട് പോയൊരു ഗവൺമെൻറ്റായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലീഡറെ കാണാൻ ക്ലിഫ് ഹൗസിൽ പോകും. അപ്പോൾ എൻ്റെ താമസം ക്ലിഫ് ഹൗസിലായി. ഞാൻ ആദ്യം അവിടുത്തെ ലോഡ്ജുകളിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ലീഡർ പറഞ്ഞു, നമുക്കിപ്പോൾ ഒരു വീടുണ്ടല്ലോ, തനിക്ക് വീട്ടിൽ താമസിക്കാം. അങ്ങനെ ലീഡറുടെ ജ്യേഷ്ഠൻ കുഞ്ഞിരാമമേനും ഒരുമിച്ച് ക്ലിഫ് ഹൗസിൻ്റെ ആദ്യ നിലയിൽ ഒരു മുറിയിലാണ് ഞങ്ങൾ 2 പേരും താമസിക്കുന്നത്. ലീഡർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാനും എഴുന്നേൽക്കും. ലീഡറുടെ പൂജയുണ്ട്, പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞൊരു 8 മണിയോടുകൂടി ബ്രേക്ക്ഫാസ്റ്റുണ്ട്. ആ സന്ദർഭത്തിൽ ലീഡർ എന്നെ കൂടെ വിളിക്കും. ഒരു മേശയിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞ് ലീഡർ ഓഫീസിൽ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകും. ഞാനവിടെ ഓഫീസിൽ തന്നെ ഏതെങ്കിലും ഒരു മുറിയിൽ ഇരിക്കും. ഉച്ചയാകുമ്പോൾ ലീഡറുടെ കൂടെ തിരിച്ചു പോകും. പിന്നീട് ലീഡർ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് പോകുമ്പോഴൊക്കെ ഞാനും കൂടെ ഉണ്ടാകും. ഇങ്ങനൊരു അഭേദ്യമായ ബന്ധം ആണ് ലീഡറും ഞാനും കൂടി 82 മുതൽ ആരംഭിച്ചു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് 84 തിരഞ്ഞെടുപ്പ് വരുന്നത്. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചത് ശേഷമുള്ള സാഹചര്യം.
അപ്പോൾ അന്നത്തെ സിറ്റിംഗ് എം പി ഷെയ്വർ അറക്കലാണ്. അപ്പോൾ ലീഡർ പറഞ്ഞു താനാകണം എന്ന് ലീഡർ ഒരു മനസ്സിലൊരു തീരുമാനം എടുത്തു. പക്ഷെ അതെനിക്കറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് ചില സുഹൃത്തുക്കൾ GK മൂപ്പനാർ ഉൾപ്പെടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു എന്നാണ് പിന്നീട് അറിയുന്നത്. പാർലമെൻ്ററി കമ്മിറ്റി കൂടി കഴിഞ്ഞപ്പോൾ ലീഡർ പറഞ്ഞു എറണാകുളത്ത് KV തോമസാണ് നിൽക്കേണ്ടത്. ഒരു സിറ്റിംഗ് എം പിയെ മാറ്റി അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് സേവ്യറാക്കലിനെ പോലെ ഒരു പ്രഗത്ഭനായ ബാരിസ്റ്റർ. അപ്പോൾ അന്ന് ഇവിടുത്തെ സീനിയർ നേതാവായ LDK പേട്ടനും അറക്കലും കൂടി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ലീഡറുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അറക്കലിന് സീറ്റ് കൊടുക്കണ്ട എന്ന തീരുമാനം അവരെടുത്തത്. പക്ഷേ ഇലക്ഷൻ കമ്മിറ്റി, സെൻട്രൽ കമ്മിറ്റി കൂടിയപ്പോൾ മരകതം ചന്ദ്രശേഖർക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തു. ഇതെല്ലാം പഠിച്ചിട്ട് തീരുമാനമെടുക്കാൻ. അങ്ങനെ ഡൽഹിയിൽ കേരളത്തിലെ മറ്റെല്ലാ സീറ്റുകളും തീരുമാനിച്ചപ്പോഴും എറണാകുളം സീറ്റ് തീരുമാനിച്ചില്ല. ലീഡർ ഡൽഹിയിലെ പാർലമെൻ്ററി പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞ് എറണാകുളത്ത് വന്നു. അന്ന് അദ്ദേഹം ഇറങ്ങുന്നത് നമ്മുടെ നേവൽ ബേസിലെ എയർപോർട്ടിലാണ്. അവിടെ പത്രക്കാരെല്ലാം ഉണ്ട്. VIP ലോഞ്ചിൽ ലീഡർ VIP ലോഞ്ചിലേക്ക് നടന്നു വന്നു. അന്നത്തെ സീനിയർ പത്രക്കാരായ PS ജോണ്, NN സത്യവ്രതൻ, ദീപികയിലെ തൈര്യൻ, ഇങ്ങനെ ഒത്തിരി വലിയ സെറ്റാണ് ഉള്ളത്. KM റോയ്. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോണിയേട്ടൻ ചോദിച്ചു, എന്താണ് എറണാകുളത്തെ സ്ഥിതി, നമ്മുടെ മാഷ്ക്ക് സീറ്റുണ്ടോ? അപ്പോൾ ലീഡർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാഷ് ഉറച്ച സീറ്റിലില്ലേ ഇരിക്കുന്നു, പിന്നെന്താ ജോണിയെ പ്രശ്നം. പിന്നീട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജോണിയേട്ടൻ ചെവി പറഞ്ഞു, താനാണ് കാൻഡിഡേറ്റ്, അതിൻ്റെ സിഗ്നലാണ് ഈ വന്നിരിക്കുന്നത്. ലീഡർ കാറിൽ കയറി ഞാൻ കുറച്ചിങ്ങോട്ട് നീങ്ങി വെണ്ടൂരിൻ്റെ പാലത്തിന് അടുത്ത് എത്തിയപ്പോൾ ലീഡർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ലീഡർ അത് വേണോ? ഒരു സിറ്റിംഗ് MP യെ മാറ്റി ഞാൻ നിൽക്കുന്നതിനോടൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ വരില്ലേ? ഒന്നുമില്ലല്ലോ പ്രശ്നം, ഞാനതൊക്കെ പഠിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് എറണാകുളം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ വന്ന് കയറിയപ്പോൾ അന്ന് ഇന്നത്തെ പോലെ മൊബൈലൊന്നുമില്ല, ബോർഡിലാണ് കണക്ഷൻസൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ ബോർഡിലിരുന്ന എന്ന് നോക്കുന്ന ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്ന ആൾ പറഞ്ഞു, ലീഡർക്കൊരു ഫോൺ കോൾ ഉണ്ടായി. അത് വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്ത് നിന്നും ആർച്ച് ബിഷപ്പ് കേളത്തല പിതാവിൻ്റെയാണ്. അപ്പോൾ ഒന്ന് തിരിച്ചു വിളിക്കണം. അപ്പം എന്നോട് പറഞ്ഞു, ലീഡർ പറഞ്ഞു, താൻ തിരിച്ചു വിളിക്കാൻ ചോദിക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ വിളിച്ചു, പിതാവിൻ്റെ സെക്രട്ടറി വിളിച്ചു. അപ്പോൾ പിതാവിൻ്റെ സെക്രട്ടറി പറഞ്ഞു, പിതാവിന് ലീഡറെ ഒന്ന് കാണണം. അപ്പം അന്നൊക്കെ ഈ കടന്തര പിതാവിനെ പോലെയുള്ള വളരെ സീനിയർ പിതാക്കന്മാർ ലീഡർ പോയി കാണാറുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് കടന്തര പിതാവ്, അതുപോലെ തൃശ്ശൂർ ഒക്കെ പിതാക്കന്മാരെ പോയി കാണും. എന്നോട് പറഞ്ഞു, ശരി നമുക്കിപ്പോൾ അങ്ങ് പോവാം. ഞാൻ പറഞ്ഞു, ലീഡർ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, അത് സാരമില്ല, പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് ബിഷപ്പ് ഹൗസിൽ ചെല്ലുകയാണ്. അപ്പോൾ സാധാരണ ഞാൻ ലീഡറും കൂടെ ഒന്നിച്ചാൽ കയറുക. പക്ഷെ ഞങ്ങൾ താഴെ ഇറങ്ങി ഒരു ഈ സ്റ്റെപ്പ് കയറണം, ഗോവണിയാണ്. ഞാൻ ലീഡറോടൊപ്പം കയറാൻ പോയപ്പോൾ സെക്രട്ടറി പറഞ്ഞ മാഷൊന്നും ഇവിടെ നിൽക്ക്, പിതാവിന് ലീഡറോട് തനിച്ചൊന്ന് സംസാരിക്കാൻ. അങ്ങനെ ലീഡറും പിതാവും കൂടി മാത്രമായി അകത്തേക്ക് പോയി. ഞാൻ താഴെ നിന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലീഡറും കടന്തര പിതാവും കൂടി താഴേക്ക് നടന്നു. രണ്ടുപേരുടെയും മുഖം ചുവന്നിരിപ്പുണ്ട്. പ്രത്യേകിച്ച് കടന്തര പിതാവിൻ്റെ മുഖം ചുവന്നാൽ അറിയാൻ പറ്റും, ലീഡറുടെ അറിയാൻ പറ്റും. ഞങ്ങൾ കയറി കുറച്ചൊക്കെ നീങ്ങി മേനകയുടെ അടുത്ത് വന്നപ്പോൾ ലീഡർ പറഞ്ഞു, എന്താണോ തൻ്റെ പിതാവ് പറയുന്നത് അറക്കലിന് കൊടുത്താൽ മതി എന്നാണ്, തനിക്ക് അടുത്ത അസംബ്ലി വരുമ്പോൾ തന്നാൽ മതി. നമ്മൾ ലീഡർ അത് മതി, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളെന്തിനാ കടന്തര പിതാവിനെ പോലെ ഒരാളോട് നമുക്കൊരു വഴക്കിന് പോകേണ്ട കാര്യമില്ലല്ലോ. എനിക്കാണെങ്കിൽ അങ്ങനെ ധൃതിയൊന്നും ഈ കാര്യത്തിലില്ല. എടോ, ഇത് തീരുമാനിക്കുന്ന പാർട്ടിയാണ്, അത് നിങ്ങളുടെ പിതാക്കന്മാരൊന്നുമില്ല. താനാണ് സ്ഥാനാർത്ഥി, ഡൽഹിയിൽ നിന്ന് കോള് വരും, തൻ്റെ പ്രചരണത്തിനും പ്രവർത്തനത്തിലുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തോളൂ. ഇത് കഴിഞ്ഞ് ഞാൻ ജേക്കപ്പേൻ്റെ വീട്ടിൽ പോയി ജേക്കപ്പനോട് വിവരം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ ഒരു സുഹൃത്ത്, അത് PND-യിൽ വർക്ക് ചെയ്യുന്ന, ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന പരമേശ്വരൻ നായർ പറഞ്ഞു, മാഷേ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചൊന്ന് പ്രാർത്ഥിച്ചോളൂ, പുഷ്പാഞ്ജലി 2 രൂപയുള്ള പുഷ്പാഞ്ജലിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, അത് അർഹതയുള്ളവർക്ക് കിട്ടട്ടെ പരമേശ്വരൻ നായർ. ഇപ്പോൾ നമ്മളിനി ഗുരുവായൂരപ്പനെയൊക്കെ സ്വാധീനിച്ചാണോ ഇത് ചെയ്യേണ്ടത്? അതല്ല മാഷേ,
എല്ലാം ഭംഗിയായിട്ട് നടക്കണമല്ലോ. ഏതായാലും ലീഡർ ഇത്രയൊക്കെ പറഞ്ഞില്ലേ, ഇനി തീരുമാനമല്ലേ വരണ്ടു, ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ ഗുരുവായൂരപ്പനോട് മാത്രമല്ല എല്ലാവരോടും പ്രാർത്ഥിച്ച് ഏതാണോ നല്ലത്, എന്താണോ ഗുണകരം, അത് വരട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരല്പം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പത്മരാജൻ വക്കീലിൻ്റെ ഫോൺ വന്നു. അന്ന് പത്മരാജൻ വക്കീലാണ് KPC പ്രസിഡൻറ്റ്, DC പ്രസിഡൻറ്റ് PP തങ്കച്ചനാണ്. TH മുസ്തഫ സീനിയർ നേതാവ്, അദ്ദേഹം KPC ഭാരവാഹിയുമാണ്, മന്ത്രിയുമാണ്. ആ സന്ദർഭത്തിലാണ് ഈ ഫോൺ വരുന്നത്. ആ ഫോൺ വന്നപ്പോൾ ജയിക്കപ്പ് എന്നോട് പത്മനാഭൻ വക്കീൽ പറഞ്ഞു, മാഷിനോട് പറയേ മത്സരിക്കാൻ തയ്യാറായിക്കോളൂ. DCC ഓഫീസിൽ തങ്കച്ചനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മുസ്തഫയോട് പറഞ്ഞിട്ടുണ്ട്, മാഷിനോട് DCC ഓഫീസിലേക്ക് ചെല്ലാൻ പറ്റും. അന്ന് KPC ഓഫീസ് DC ഓഫീസ് ഒന്നിച്ചാണ്. അപ്പോൾ ജയിക്കപ്പെട്ടൻ പറഞ്ഞു ഇവിടെ മാഷുണ്ട്. അങ്ങനെ എനിക്ക് ജയിക്കപ്പേട്ടൻ പത്മനാഭൻ വക്കീലിൻ്റെ ഫോൺ തന്നു. മാഷേ, താനാണ് സ്ഥാനാർത്ഥി, ഗൗരവമായിട്ട് ഇതെടുക്കണം, തനിക്കറിയാമല്ലോ സാഹചര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു, വക്കീൽ എന്ത് തീരുമാനമെടുത്താലും ഞാൻ അതോടൊപ്പമാണ്, ഞാൻ അറക്കലിനെയൊക്കെ കണ്ടോളാം, എന്നാൽ മാഷ് ധൈര്യമായിട്ട് പോകും, കാര്യങ്ങൾ നടക്കട്ടെ. അങ്ങനെ ഞാൻ നേരെ DCC ഓഫീസിൽ വന്നപ്പോൾ, MG റോഡിലുള്ള KPC ജംഗ്ഷനിൽ DCC ഓഫീസിൽ വന്നപ്പോൾ അവിടെ തങ്കച്ചനുണ്ട്, TH മുസ്തഫയുണ്ട്, എല്ലാവരും കൂടി സംസാരിച്ചു. അപ്പോൾ ഇതിനിടയിൽ സീവറക്കൽ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി കുറേ ആളുകൾ അന്നത്തെ അംസക്കുഞ്ഞ് ഉൾപ്പെടെ കളക്ട്രേറ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാ പേപ്പറും ഇതിനകം തയ്യാറാക്കി വെച്ചിരുന്നു, ഒരു സൂചനയുള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, തങ്കച്ച എല്ലാം തയ്യാറാണ്, എന്താ നമുക്ക് പോവാം.